परामृत परिमुच्यन्ति सर्वे तक्रं विवादं परमेश्वरभूतं यत्पुण्डरीकं परमस्तु संगतं तक्राविदग्नं गगनं यदो यत्पिन्नुदन्तस्तदुवादितव्यं यो वेदादोक्षरप्रोक्तो वेदान्तेन प्रतिष्ठितः तस्य प्रकृतिलीनस्य परस्य महेश्वरः. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ തുടരുകയാണ്. ജിഷ്ണു, കേരളത്തിലേക്ക് തിരുനാവായിലേക്ക് എത്തുന്ന സംഘത്തിൽ എത്ര പേരാണുള്ളത്? വലിയ സ്വീകരണം തന്നെയാണ് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? ഹര ഹര ശങ്കര ഹര ഹര ശങ്കര ഹര ഹര ശങ്കര. തീർച്ചയായും തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ഋഷികേശിൽ നിന്നുള്ള സന്യാസി വര്യന്മാരാണ് കേരളത്തിലേക്ക് എത്തുന്നത്. തിരുനാവായിലേക്കുള്ള യാത്രയിലാണ് സന്യാസി സമൂഹമുള്ളത്. അവർക്കിപ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഡൽഹിയിലെ ഹൈന്ദവ സംഘടനകൾ ചേർന്നുകൊണ്ടാണ് സ്വീകരണം നൽകുന്നത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ളൊരു ഹൈന്ദവ സമൂഹത്തിൻ്റെ കൂട്ടായ്മ തിരുനാവായയുടെ മണ്ണിൽ നടക്കുന്നു. ഏകദേശം 270 വർഷങ്ങൾക്ക് ശേഷം തിരുനാവായയിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിൽ ഇതിനോടകം തന്നെ ഭക്തരുടെ തീർത്ഥാടകരുടെ സാന്നിധ്യം കൊണ്ട് മഹോത്സവം വലിയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഋഷികേശിൽ നിന്നുള്ള പ്രത്യേക സന്യാസി സമൂഹം എത്തുന്നത്. അവർക്ക് പ്രത്യേക ട്രെയിനിൽ ഋഷികേശിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു. അവർക്കുള്ള സ്വീകരണമാണ് ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ ഡൽഹിയിലെ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ചേർന്നുകൊണ്ട് ഒരുക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇത്തരത്തിൽ സന്യാസിമാർക്കുള്ള സ്വീകരണം? നമ്മുടെ കേരള ഉത്സവമാണ് ഈ ഋഷികേശ് ഇന്ന് വരുന്ന നമ്മുടെ സ്വാമികളാണ്. ഇവരെല്ലാവരും കുംഭമേളയ്ക്ക് പോവുകയാണ്. അത് നമ്മുടെ എല്ലാ ഹൈന്ദവരും കേരളത്തിൽ മനസ്സിലാക്കണം. നമ്മുടെ ഇത്ര പ്രാഗത്മ്യമുള്ള സ്ഥലമാണത്. ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഹിന്ദുസ്ഥാനിലുള്ള എല്ലാവർക്കും ഇത് ഒരു അറിവായി തീരട്ടെ എന്ന് വെച്ചിട്ട് ഇവർ 100-108 സ്വാമിമാർ വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ബോഗിലുണ്ട്. നമ്മൾ അവരെ ഡൽഹിയിൽ നിന്നുള്ള എല്ലാ സനാതനധർമ്മ വിശ്വാസികളും ഇവരെ നമ്മൾ ഇവിടെ ഹാരമണിയിച്ചും അവരുടെ പൂജയെല്ലാം ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷേട്ടൻ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ തിരുനാവായിലെ മഹാമാഘ മഹോത്സവം ഇതിനോടകം തന്നെ ജന സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി കഴിഞ്ഞു? എങ്ങനെയാണ് ഡൽഹിയിലേക്ക് ഒരു സ്വീകരണം? മലപ്പുറത്ത് തിരുനാവായിൽ നടക്കുന്ന ഈ മഹോത്സവം ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രാതിനിധ്യം കൊണ്ട് രാജ്യത്ത് ആകെ തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി സർക്കാർ ശ്രീ അശ്വിനി വൈഷ്ണവിൻ്റെ പ്രത്യേക പരിശ്രമം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ 2 സ്പെഷ്യൽ ട്രെയിനുകൾ അങ്ങോട്ടേക്ക് വിടാൻ തീരുമാനിച്ചു. അതിലൊരു ട്രെയിനാണിത്. അപ്പോൾ ഇതിൽ പോകുന്ന ഭക്തർക്ക്, സന്യാസി ശ്രേഷ്ഠന്മാർക്ക് സ്വീകരണം ഒരുക്കാനായിട്ട് ഡൽഹിയിലെ മലയാളികളും ഭക്തരും സംഘടിപ്പിച്ച ചടങ്ങിൽ യാദൃശ്യമായിട്ട് എത്താൻ സാധിച്ചു. ഇത് വളരെ അനുഭൂതിദായകമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ നവോത്ഥാനത്തിന് വലിയ ശക്തി പകരുന്ന ഒന്നായിരിക്കും തിരുനാവായിൽ ഈ വർഷം മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഭക്ത സമ്മേളനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് എത്തുന്ന എല്ലാ ഭക്തന്മാരെയും കേരളത്തിൻ്റെ പേരിൽ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. തീർച്ചയായും വലിയ സ്വീകരണ ചടങ്ങ് തന്നെയാണ് ഡൽഹിയിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ തിരുനാവായിലെ മഹാമാഘ മഹോത്സവത്തിലേക്ക് എത്തുന്ന സന്യാസി ശ്രേഷ്ഠന്മാർക്ക്, സന്യാസി വര്യന്മാർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തിരുനാവായിലെ ഈ മഹോത്സവം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമായി മാറുന്നു എന്നുള്ളതിൻ്റെ കൂടി ഉദാഹരണമാണ് ഇത്തരത്തിൽ ദേശീയ തലത്തിൽ നിന്ന് പോലും പ്രത്യേക ട്രെയിൻ സർവീസ് കേരളത്തിലേക്ക് ഈ തിരുനാവായിലെ മഹാമാഘ മഹോത്സവത്തിന് വേണ്ടി ഒരുക്കുന്നു എന്നുള്ളത്. അതിലേക്ക് ഈ S8, S9 കോച്ചുകളിലായി 500ഓളം സന്യാസി വര്യന്മാരാണ് തിരുനാവായിലേക്ക് എത്തുന്നത്. അവർക്കുള്ള സ്വീകരണമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത്. ശരി, തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ യാത്ര തിരിക്കുന്ന ഋഷികേശിൽ നിന്നുള്ള സന്യാസി സമൂഹത്തിന് ഡൽഹിയിൽ സ്വീകരണം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വിശദാംശങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.